ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് അതായത് പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പഠിച്ചപ്പോൾ അതിന് തുടക്കത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതല്ല, എന്നാൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞൊരു ഏരിയ ആണ്. സം ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓർമ്മയുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ബൈ കാൾ ലിനിയസ് ആൻഡ് ഗ്രീൻ, നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ബൈ ബെന്തമാൻ ഹൂക്കർ, പിന്നെ നമ്മൾ സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, ഫൈലോജൻ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ ബാക്കിയാണ് പഠിക്കാം. അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന പ്ലാന്റ് ഗ്രൂപ്പുകൾ നമ്മൾ പല ക്ലാസ്സസ് ആയി ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെയായിരുന്നു ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പോ, ആൻജിയോസ്പോ പഠിച്ചാണല്ലോ. അല്ല, ആദ്യ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കാം, ആൽഗെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്ലാസ് സ്റ്റഡി ആൽഗെ. അപ്പോൾ ആദ്യം തന്നെ പറയണം, വാട്ട് ആർ ആൽഗെ. ആൽഗയുടെ ശരീരം നിങ്ങൾ പരിശോധിച്ചാൽ, ആൽഗയുടെ ശരീരഭാഗം എന്ന് പറയുന്ന പ്ലാന്റ്സ് എന്ന് പരിശോധിച്ചാൽ നിങ്ങളിത് ആൽഗെ ഒരാളെന്നാണ് പറയുന്നതാണ് കുളത്തിലാണ് കിടക്കുന്നത് അല്ലേ. നിങ്ങളുടെ കുളത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ ഭിത്തിയിൽ പായൽ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് പച്ചറം വരും, പായലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് മഴക്കാലത്ത് കിടത്തിക്കരയ്ക്ക് തെന്നിയടിച്ച് വീഴുന്നു, പാറയിച്ചോട്ടെ തെന്നിയടിച്ച് വീഴുന്നു, തെങ്ങിൽ മഴക്കാലത്ത് കയറാൻ ആളിനെ കിട്ടുന്നില്ല, പായൽ. അപ്പോൾ എല്ലായിടത്തും ഒരു സംഭവം അല്ലേ. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ആരാണ്? അക്വാട്ടിക് ആണെങ്കിൽ ചില മെമ്പേഴ്സ് ടെറസ്ട്രിയൽ ആണ്. ഈ പായലിന്റെ നിറം എന്താണ്? പച്ചയാണ്. അങ്ങനെയൊക്കെ എന്താ പറയാ. അപ്പൊ ഈ പായൽ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഈ പായൽ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് റൂട്ട് സ്റ്റെം ലീഫ് എന്നുള്ള വ്യത്യാസം കാണാനേ ഇല്ല. റൂട്ട് സ്റ്റെം ലീഫ് എന്ന വ്യത്യാസമില്ലാത്ത ശരീരത്തോടുകൂടി സസ്യങ്ങൾ വിളിക്കുകയാണ്, ശരീരത്തോട് വിളിക്കുകയാണ് താലസ്. A plant body or a body of plant which do not have root stem leaf differentiation is called thallus. അങ്ങനെയുള്ള പ്ലാന്റ് ഗ്രൂപ്പുകൾ എന്ത് വിളിക്കും? താലോഫൈറ്റുകൾ എന്ന് വിളിക്കും. Such plant groups are called താലോഫൈറ്റ്സ്. അപ്പൊ ആളുകളെല്ലാം തന്നെ താലോഫൈറ്റുകളാണ്. ഫംഗസും താലോഫൈറ്റുകളാണ്. ഫംഗസ് എന്ത് നിറമില്ല? പച്ച നിറമില്ല. പക്ഷേ ആലോചിക്കുന്നുണ്ട് പച്ച നിറമുണ്ട്. അങ്ങനെയാണ് വിളിക്കാൻ ക്ലോറോഫിൽ കണ്ടെയ്നിങ് താലോഫൈറ്റ്സ്. ഈ പറഞ്ഞാൽ ക്ലോറോഫിലേറ്റഡ് താലോഫൈറ്റ്സ് അല്ലേ. ക്ലോറോഫിലുള്ള താലോഫൈറ്റുകളാണ്. സോ വി ക്യാൻ സേ ദേ ആർ ക്ലോറോഫിലേറ്റഡ് താലോഫൈറ്റ്സ്. ക്ലോറോഫിലുള്ളവയാണ്. ഒരു പോയിന്റായി. There is a branch of science that deals with the study of algae. It's called phycology. What was mycology? You know, the study of algae. This is phycology, study of algae. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സയൻസ് M.O.P. Iyengar, he is known as the father of Indian phycology. ഇന്ത്യൻ ഫൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ശരിക്കും ആദ്യകാലത്ത് ആൽഗകളെ കുറിച്ചൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രശാഖ ഉണ്ടായി. നമുക്കറിയാം ആദ്യകാലത്ത് മനുഷ്യൻ എന്തായിരുന്നു ആഗ്രഹം? പല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാറി 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 ചിന്തിച്ചാണെന്ന് കാണുന്ന ശാസ്ത്ര നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതിൽ ആൽഗകൾ എന്ന് പറയുന്ന സസ്യ ഗ്രൂപ്പ് ഉണ്ടെന്നും അവയെ കുറിച്ച് പ്രത്യേക ശാസ്ത്രശാഖ ഉണ്ടാക്കണമെന്നൊക്കെ ആദ്യം ശാസ്ത്ര ലോകത്ത് വാദിച്ച മനുഷ്യനാണ്. ചുമ്മാ വാദിച്ചാൽ പോരാ, ആ ഭാഗത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണം. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ മനുഷ്യനാണ് M.O.P. Iyengar. Then നമുക്ക് ആൽഗയിൽ പ്രവേശിക്കാം. എല്ലാ ആൽഗകൾക്കും പച്ചറുണ്ടല്ലോ. സോ വി ക്യാൻ സേ ദേ ആർ ഓട്ടോട്രോപിക്. എല്ലാ ആൽഗകളും ഓട്ടോട്രോപിക് ആണ്. എന്താ എല്ലാത്തിനും പച്ചറുണ്ട്, സ്വന്തമായി കൊണ്ട് നിർമ്മിച്ചുകൊള്ളും അല്ലെ. They have photosynthetic. They have the ability to synthesize food. So they are autotrophic, photosynthetic അല്ലെ. ഇനി അവ എവിടെ പോയി തപ്പിയെടുക്കാം? തപ്പിയെടുക്കുന്ന വീട്ടിനകത്ത് പിന്നെ ടൈൽസിനകത്ത് കിട്ടും, അതൊന്നും കിട്ടത്തില്ല. പൊതുവെ വെള്ളം വീഴുന്ന ഭാഗത്തൊക്കെ ഉണ്ടാകും, ജലാശയങ്ങൾ ധാരാളം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് മെമ്പേഴ്സ് ആർ അക്വാട്ടിക്. ചിലതൊക്കെ ടെറസ്ട്രിയലാണ്. ഞാൻ പറഞ്ഞത് തെങ്ങിനകത്തുണ്ടെന്ന് പറഞ്ഞു അല്ലെ, പാറപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു, ഭിത്തിയിലുണ്ടെന്ന് പറഞ്ഞു, ഒക്കെ ശരിയാണ്, ടെറസ്ട്രിയലാണ്. എന്നാൽ മോസ്റ്റ് മെമ്പേഴ്സ് ആർ അക്വാട്ടിക്. അതിൽ തന്നെ ചിലത് ഫ്രഷ് വാട്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ ചില ആൽഗകൾ ശുദ്ധജലത്തിലെ വസിക്കത്തുള്ളൂ, ചില ആളുകൾ കടലിലെ വസിക്കത്തുള്ളൂ. അപ്പോൾ some are terrestrial, some are most are aquatic, in which some are freshwater form and some are marine. Marine ചേർന്ന് കടലിൽ കാണപ്പെടും. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് കുളത്തിലൊക്കെ കാണുന്നത് അല്ലേ. ഇപ്പൊ ഫ്രഷ് വാട്ടർ ഫിഷും ഉണ്ട്, മറൈൻ ഫിഷും ഉണ്ട്. ഫ്രഷ് വാട്ടർ ഫിഷ് എടുത്ത് കടലിൽ കൊണ്ട് ചത്തു, കടലിലെ മത്സ്യത്തെ ശുദ്ധജലത്തിട്ടാൽ ചത്തു. അപ്പൊ അവർക്ക് ജീവിക്കാൻ പ്രത്യേക രീതിയാണ്. അതുപോലെയാണ്. സോ ദീസ് ആർ ദ പോയിന്റ്സ് യു ഹാവ് ടു തിങ്ക് അബൌട്ട്. എത്ര പോയിന്റ് ഞാൻ പറഞ്ഞു ഇതുവരെ? ആൽഗയുടെ ശരീരം താലസ് ആണ്, അതുകൊണ്ട് അതിനെ താലോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അവയെ ക്ലോറോഫിലേറ്റഡ് താലോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ആൽഗകൾ എന്നാൽ എന്താണ്? നിങ്ങൾ പായൽ അങ്ങനെയല്ലേ മനുഷ്യൻ പറയും, അത് പായലാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ. പറഞ്ഞെന്താണ്? ക്ലോറോഫിലേറ്റഡ് താലോഫൈറ്റ്സ്. ക്ലോറോഫിലുള്ള താലോഫൈറ്റുകളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനായില്ലേ 4 പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ചില മെമ്പേഴ്സ് മണലിൽ കാണും. സുഹൃത്ത പോയിന്റ് പറയാണ്, സം മെമ്പേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ സാൻഡ്. മണലിലൊക്കെ ഉണ്ട്, നനവുള്ള മണലാണ്, ചുമ്മാ ഉണങ്ങി വേണ്ട മണ്ണിൽ കാണത്തില്ല. ഫൗണ്ട് ദ സ്റ്റോൺ. ചിലത് വുഡ്. വുഡ് എന്ന് പറഞ്ഞാൽ തെങ്ങിൽ കയറാനായിട്ട് മഴക്കാലത്ത് ആളെ കിട്ടുന്നില്ല, കാരണം തെങ്ങും അവർ വയലാണ്. അപ്പോൾ എവിടെ കാണാം? മരത്തിൽ കാണാം അല്ലെ.
ഇനി അവരുടെ ജീവിത രീതിയുടെ പ്രത്യേകത, ചില ആൽഗകൾ ഫംഗസുമായി ചേർന്ന് സാധനം ഉണ്ടാകും. പഠിച്ചിട്ടുണ്ടല്ലോ ഇതേക്കാണ്ട് ലൈക്കൻസ്. സം ആൽഗെ മേക്ക് സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ഫഞ്ച് ഇതേക്കാണ്ട് ലൈക്ക്. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ചില സ്വഭാവങ്ങൾ ഇങ്ങനെയാണ്. ചില ആളുകൾ ലൈക്കനായിട്ട് കാണും. ഇത് പഠിക്കാനൊന്നുമില്ല, ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ചില ആളുകളാണെങ്കിലോ സം ആൽഗെ എപ്പിഫൈറ്റ്സ്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഗ്രോയിങ് ഓൺ ട്രീസ്, മരത്തിന്റെ പുറത്ത് പറയേണ്ടായിരുന്നു. തെങ്ങിനകത്തുള്ള ആളുകളല്ലേ, അവരുടെ സ്വഭാവം അതാണ്. അവ വൃക്ഷങ്ങളായിരിക്കും പിടിച്ചിരിക്കുക. അങ്ങനെ എപ്പിഫൈറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ചിലത്. ഇനി വേറെ എപ്പിസോയിക്. എപ്പിസോയിക് എന്ന് വെച്ചാൽ ജന്തുക്കളെ പുറത്ത് പറ്റി പിടിച്ചോളെ. അങ്ങനെയുണ്ടോ? മനുഷ്യ ശരീരത്തൊക്കെ വായു പിടിക്കും. വായു പിടിക്കുന്ന വെച്ചാൽ മനുഷ്യർ വായു പിടിക്കുക, പക്ഷെ ഫംഗസ് പിടിക്കും അല്ലേ. ഫംഗസ് വളരെ മനുഷ്യ ശരീരത്തിൽ കൊണ്ടിട. ഒഴുകടി, പട്ടച്ചോലി ഇതൊക്കെ പറയത്തില്ലേ. പുഴുക്കടി എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഫംഗസ് വളരും. അകത്ത് വളരും, പുറത്തും വളരും അല്ലേ. എയ്ഡ്സ് രോഗം വന്നു കഴിഞ്ഞാൽ നാക്കിലൊക്കെയാണ് ഫംഗസ് വളരുന്നത്. ആണ് നമ്മുടെ പ്രതിരോധ ശേഷി പോവുകയാണ്. അപ്പോ സം ആൽഗെ വിൽ ഗ്രോ എബോവ് ദ പ്ലാന്റ്, they are called epiphytic algae. Some grow above animals, they are called epizoic algae. ഇത് ഇത്തരം പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഏത് അനിമലിന്റെ കത്ത ഈ അനിമൽ എന്ന് പറയുന്നത് സ്ലോത്ത് എന്ന് പറയുന്നത് 3-toed sloth. ഞാൻ പടത്തിൽ കാണിക്കുന്നത് 3-toed sloth കണ്ടല്ലോ. ഈ ജന്തു എന്ന് പറയാൻ വളരെ സ്ലോയിലാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്, പതുക്കെ സഞ്ചരിക്കുന്നത്. ആമസോൺ കാടുകളുടെ ജന്തുവാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ പോകും. ഈ ആമസോൺ മഴക്കാട് പറഞ്ഞാൽ എപ്പോഴും മഴയാണ്. ഈ ജന്തു ശരീരം നിറച്ച് രോമമാണ്. ഈ രോമത്തിനകത്ത് ഈ വെള്ളം ഇങ്ങനെ രോമം ഇങ്ങനെ നനഞ്ഞ് എപ്പോഴും നനഞ്ഞിരിക്കും. എപ്പോഴും നനഞ്ഞ ഈ ശരീരത്ത് ഒരു സ്ഥലത്ത് എന്ത് കാണും? ആൽപ്പാട്. അപ്പൊ ഈ എപ്പോഴും നനഞ്ഞിരിക്കുന്ന ജന്തു ഇങ്ങനെ പതുക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുടി കൊണ്ട് നിങ്ങളുടെ മുടി എപ്പോഴും നനച്ചു വെക്കുകയും നിങ്ങൾ അവിടെ തനങ്ങാതിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുടിക്കകത്ത് ആളുകൾ വളർന്നിരിക്കും. കാരണം നിങ്ങളുടെ സ്ഥലത്തൊക്കെ വളരില്ല. അപ്പൊ എന്തായാലും ഈ ജന്തുവിന്റെ ശരീരത്ത് ധാരാളം നനവുള്ളത് കൊണ്ട്, രോമങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ടും ഈ ശരീരത്ത് കയറി ആളുകൾ നോക്കിയാൽ രോമത്ത് നോക്കിയാൽ പച്ചറങ്ങണ്ടാവും. അതാണ്. സോ ഇതിനെ വിളിക്കുന്നത് എന്താണ്? എപ്പിസോയിക് ആൽഗ. ഏത് ജന്തുവിനകത്ത് വളരുന്നു? സ്ലോത്ത്. 3-toed sloth എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ 3 പേരുടെ 3-toed sloth. ഇനി ഏത് ആൽഗയാണ് വളരുന്ന പുസ്തകത്തിൽ പറയുന്നില്ല. ക്ലാഡോഫോറ ക്രിസ്പേറ്റ എന്ന ആൽഗയാണ്. ക്ലാഡോഫോറ ക്രിസ്പേറ്റ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ക്ലാഡോ അതാണ് ഈ ജന്തുവിന്റെ പുറത്ത് വളരുന്നത്. ഇത് എൻട്രൻസ് ചോദിക്കുന്നുള്ളൂ, കോഡക്സ് തന്നെ ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സം ആൽഗെ മേക്ക് സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് പഞ്ചേകാട് ലൈക്കൻ. Some are said to be epiphytic on plants. Some are called epizoic on animals. Example called Cladophora crispata. So the such algae are called epizoic algae. The point ആയിട്ടോ? Okay. ഇനി ഞാൻ വായിക്കുകയാണ്. പോയിന്റ് എല്ലാം കുറിച്ച് വെച്ചോളാം. മൈക്രോസ്കോപ്പിക്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആൽഗ, ക്ലാമഡോമോണസ്. ഇത് യൂണിസെല്ലാറാണ് കേട്ടോ. വേറെ ഫ്ലോറല്ല. മൈക്രോസ്കോപ്പിക് ആണ്. സാൽസോ യൂണിസെല്ലാർ. ഫ്ലോറലെ ക്ലാമഡോമോണസ് യൂണിസെല്ലാർ ആണ്. കൊളോണിയൻ, കോളനി പോലെ. എക്സാമ്പിൾ വോൾവോക്സ്. ഫിലമെന്റസ്. Example, Ulothrix, Spinogyra. ഇതെല്ലാം തന്നെ എന്താണ്? ഇത് ഫിലമെന്റസ് ആണ്. ഇനി ഇതിനകത്ത് ജയന്റ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. ജയന്റ് കെൽപ്പുകൾ ഞാൻ ഇൻസെറ്റ് കാണിക്കുന്നുണ്ടല്ലോ. ജയന്റ് കെൽപ്പുകളുണ്ട്. വലിയ കടലിറങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയ 100 മീറ്റർ വരെ പൊക്കത്ത് പടും. അതായത് കടല് 150, ഇപ്പം ഒരു 50 മീറ്റർ ആഴമുള്ള ഒരു കടലിന്റെ അടിത്തട്ടില് ഈ 100 മീറ്റർ വളരുന്ന നീളമുള്ള കെൽപ്പ് വളരുകയാണെങ്കിൽ 50 മീറ്റർ വെള്ളത്തിന് മുകളിൽ വരെ ബാക്കി 50 മീറ്റർ വെള്ളത്തിൽ പടർന്നു കിടന്നു. ധാരാളം ഉണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിൽ നിറഞ്ഞു കിടക്കുക, കപ്പൽ പോയി ഓടാനൊക്കാത്ത അവസ്ഥയിൽ വരും. അങ്ങനെയുള്ള ജൈന്റ് കെൽപ്പുണ്ട്. മാക്രോസിസ്റ്റസ് ആണ് എക്സാമ്പിൾ. മാക്രോസിസ്റ്റസ്. അപ്പൊ നിങ്ങൾ പായൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന കിണറ്റിൻ ചെറിയ വെള്ളത്തിൽ തന്നെ വീഴുന്ന പായൽ അങ്ങനൊന്നുമല്ല. വൻ വൃക്ഷങ്ങൾ പോലെ വളരുന്ന, വൃക്ഷങ്ങൾ പറയരുതേ, വൃക്ഷങ്ങൾ പോലെ വളരുന്ന 100 മീറ്റർ വരെ വളരുന്ന പായൽ കടലാണ്. ഇങ്ങനെ പടർന്ന് വളരും. മൈക്രോസിസ്റ്റസ് പടമായിട്ട് കാണിക്കുന്നേ
മാക്രോ സിസ്റ്റം എന്ന് വിളിക്കുക ആൽഗ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല. ആൽഗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധാരണക്കാരനല്ല. ഇതെന്താണ് മൈക്രോസ്കോപ്പിക് കാണാൻ കഴിയുന്നത് മുതൽ 100 മീറ്റർ വരെ പൊക്കത്തിൽ അല്ലെങ്കിൽ വളരെ നീളത്തിൽ വളരും. പൊക്കത്തിൽ മരത്ത് കരയിലല്ല വളരുന്നത്, കടലില്ല. കടലിൽ 100 മീറ്റർ വരെ നീളത്തിൽ വളരാൻ കഴിവുള്ള വലിയ ആൽഗകൾ, അതേപോലെ ജൈന്റ് ഗൽസ്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽഗീസ് ആണ്. നമ്മളതിനെ കുറിച്ച് പഠിക്കാനുണ്ടോ? അടുത്തത് ഒരു ഐഡിയ കിട്ടി, പടങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കൂടെ ഗോത്തു. ഇനി നമ്മൾ അതിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കും. ഇപ്പോൾ ഒരു ആൽഗയെ കുറിച്ച് ക്ലാമഡോമോണസ് എന്ന് പറയുമ്പോൾ ക്ലാമഡോമോണസ് പടം ഇട്ടിട്ടുണ്ട്, വോൾവോക്സിന് പടം ഇട്ടിട്ടുണ്ട്, യൂരോത്രിപ്സ്, സ്പൈറോഗേറ, മാക്രോസ് എല്ലാത്തിനും പടം ഞാൻ കാണിച്ചു. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ലെറ്റ്സ് തിങ്ക് അബൌട്ട്. നമ്മൾ പഠിച്ചു ഇവയുടെ സ്വഭാവ രീതി, മറ്റു കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഇവിടെ സെൽവാളിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർപ്പമെന്റിൽ പിന്നെ പഠിക്കും. അപ്പോൾ ഇത് നമ്മളെ പഠിക്കുന്നത് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഹൗ ദേ റീപ്രൊഡ്യൂസ്. ഇപ്പോൾ ഇതിനെ കുറിച്ച് വെച്ചോളാം. റീപ്രൊഡക്ഷൻ 3 തരത്തിലുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. എല്ലാം കാണിക്കും. ഇപ്പൊ മനുഷ്യന്റെ ആരും റീപ്രൊഡക്ഷൻ പറയാൻ ഒരു റീപ്രൊഡക്ഷൻ ഉണ്ട്, അതാണ് സെക്ഷൽ. പക്ഷെ ഇവ നമുക്ക് വെജിറ്റേറ്റീവ്, ശരീരം മുറിഞ്ഞു സെക്ഷൽ, സ്പോറുകൾ ഉണ്ടാക്കി, സെക്ഷൽ ഗ്യാമേജുണ്ട്, എല്ലാ തരത്തിലും അല്ലേ. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നോക്കാം. ഇറ്റ് ഓക്കർ ഓൺലി വൺ ബൈ ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ മുറിഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്പൈറോഗേറ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ഒരു പശുവിനെ ചവിട്ടി പോയി, പെട്ടെന്ന് രണ്ടായിട്ട് മുറിഞ്ഞു. അപ്പൊ രണ്ടെണ്ണം ഇതിൽ പ്രത്യേക സ്പൈറോഗേറ. സോ അല്ലാതെ അടുവച്ച് മുറിഞ്ഞു പോയതുകൊണ്ട് ഉണങ്ങി പോകത്തൊന്നുമില്ല, നശിച്ചു പോകത്തൊന്നുമില്ല. അത് രണ്ടേ മൾട്ടിപ്ലൈ. ഫ്രാഗ്മെന്റേഷൻ. ഓർക്കണം, ഈ ആൽഗയിൽ ഒരു തരത്തിലുള്ള വെജിറ്റേറിയൻ റീപ്രൊഡക്ഷനേ ഉള്ളൂ. ഫംഗസിലാണ് ഫ്രാഗ്മെന്റേഷൻ, ബഡിങ്, ഫിഷൻ. പറ്റി സ്റ്റഡിയാണ് ചോദിക്കും. ഫംഗസ് വരുമ്പോൾ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ ഫ്രാഗ്മെന്റേഷൻ വരും, ബഡിങ് വരും, ഫിഷൻ വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. There's only one method of vegetative reproduction. It's only fragmentation. ഇനി asexual reproduction എന്ന് പറയുന്നത് എന്താണ്? By producing spores. സ്പോറുകൾ ഉണ്ടാക്കിയിട്ടാണ് മൾട്ടിപ്ലൈ. ഈ സ്പോർ രണ്ടിടത്തുണ്ട്. ഇങ്ങനെയുള്ള സ്പോറുകൾ ചലിക്കാത്തത്, ഇങ്ങനെയുള്ള സ്പോറുകൾ ചലിക്കുന്നുണ്ട്. ചലിക്കുന്ന ഇത് പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചലിക്കുന്ന സ്പോർ ആണെങ്കിൽ സൂസ്പോർ, ചലിക്കാത്തതാണെങ്കിൽ നോൺ മോട്ടൈൽ സ്പോർ. ചലിക്കത്തില്ല, നോൺ മോട്ടൈൽ സ്പോർ, അതിന് അപ്ലാനോ സ്പോർ എന്ന് വിളിക്കാം. സൂസ്പോർ ചലിക്കുന്ന സ്പോർ, അപ്പോൾ മോട്ടൈൽ സ്പോർ എന്നോ പ്ലാനോ സ്പോർ എന്നൊക്കെ വിളിക്കാം. എന്തായാലും ശരി, ടു ടൈപ്പ് ഓഫ് സ്പോർട്സ് കാൾഡ് സൂസ്പോർസ് അല്ലെങ്കിൽ അപ്ലാനോ സ്പോർട്സ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാകുന്നത്? സിമ്പിൾ ആണ്. നമുക്ക് ഇത് ക്ലാമഡോമോണസ് ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ആണെന്ന് തോന്നിയാൽ എസെക്ടായിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. അതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ പോലെയുള്ള സ്പോറുകൾ ഉണ്ടാകും. അടുത്തടുത്ത് ഇത് പൊട്ടിയിട്ട് ഈ സ്പോർ വിളിക്കുന്നത് പുറത്തേക്ക്. ഇത് ഓരോന്നും പറയുന്നത് സ്പോർ ഫോർമേഷൻ ഗ്യാപ് ഉണ്ടായില്ല. So this is the asexual reproduction. മനസ്സിലായല്ലോ. So this is the asexual reproduction method. ഇതെല്ലാം ആൽഗയിൽ നിന്നുള്ളതല്ല, ചില ആൽഗയിലൊക്കെ എത്തുന്നു. So this is the method. ഈ അടുത്ത റീപ്രൊഡക്ഷൻ ആണ് sexual reproduction. Asexual reproduction by the formation of this type of spores such as zoospore and non-monoid. ഈ sexual reproduction 3 തരത്തിലാണ്. പഠിച്ചിട്ടുള്ളതാണ് ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഇങ്ങനെ 3 തരത്തിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഐസോഗമി, അനൈസോഗമി, ഊഗമി. അതെന്തുമാണ്? അത് വിശദമായിട്ട് പറയാം. ആദ്യം പഠിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇനി എല്ലാ ചാപ്റ്ററുകളും പറയുമ്പോൾ ഓർത്തോണം എന്താണ് ഐസോഗമി, അനൈസോഗമി. ഓർത്തോണം. ഞാൻ വായിക്കാൻ പോകണം. In algae, there are 3 types of reproduction. On the vegetarian reproduction only occurs by fragmentation, where thallus break into fragments and each fragment develop into a new organism. In asexual reproduction, they occur by production of the spores. The spores may be of motile or non-motile. Non-motile spores are planospore, motile spores are called zoospores or planospores, and motile spores. In sexual reproduction, occur by 3 types of fusion: isogamy, അനൈസോഗമി, ഊഗമി. അതെന്താണെന്ന് ഞാൻ പറയാനുള്ളത്, വിശദമായിട്ട് പറയാനുള്ളത്. ശ്രദ്ധിച്ച് വായിക്കണം. ഒരാൾക്ക് ഒരു ഗ്യാമേറ്റ് ഉണ്ട്. ഇതൊരു ഗ്യാമേറ്റ് ആണ്. വേറെ ഗ്യാമേറ്റ് ഉണ്ട്. രണ്ടുകൂടെ ഫ്യൂസ് ചെയ്തു ഒരു സൈഗോട്ട് ഉണ്ട്. പറയാം, ഇത് വേറെ ഗ്യാമേറ്റ്.
മറ്റൊരു ഗ്യാമേറ്റ് ഇവിടെ എന്തുണ്ടായി? സൈഗോട്ട് ഉണ്ട്. നിങ്ങൾ ഗ്യാമേറ്റ് എല്ലാ ജീവിയാണ് ഗ്യാമേറ്റ് 2n ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കി സൈഗോട്ട്. ഇവിടെ നിങ്ങൾ എന്ത് വ്യത്യാസമാണ്? ഇവിടെ ഒരേപോലുള്ള രണ്ട് ഗ്യാമേറ്റ് ഫിക്സ് ചെയ്തു അല്ലേ? ഫ്യൂഷൻ ഓഫ് സിമിലർ ഗ്യാമേറ്റ്സ് കാൾഡ് ഐസോഗമി. Fusion of similar gametes is called isogamy because gametes are similar. ഇവിടെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. പക്ഷെ ഇവിടെ മെയിൽ ഏതാ ഫീമെയിൽ എന്ന് പറയാൻ ഒക്കില്ല. യു കാനോട്ട് ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് മെയിൽ ഓർ വിച്ച് വൺ ഈസ് ഫീമെയിൽ. രണ്ട് വ്യൂസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മെയിൽ ഏതാ ഫീമെയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അതാണ് നമ്മൾ അനൈസോഗമി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മെയിൽ ഏതാ ഫീമെയിൽ എന്ന് പറയാം. ഇത് മെയിലും ഇത് ഫീമെയിലും ആണ് അല്ലെ? മെയിൽ ഫീമെയിൽ ഗ്യാമറ്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരത്തെ ഫ്യൂഷനാണ് ഊഗമി. ഇനി പറയും മനുഷ്യൻ നടക്കുന്നത് ഏതുതരം സെക്ഷൽ പ്രശ്നമാണ്? ഐസോഗമിയാണ് അനൈസോഗമി ഊഗമിയാണ്. ഇത് അപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നമല്ല പല പല ആളുകളും കാണിക്കും. ചില ആളുകൾ ഇങ്ങനെ കാണിക്കും, ചിലത് ഈ ടൈപ്പ് ആയിരിക്കും, ചിലത് ഈ ടൈപ്പ് ആയിരിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കും? ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലും പ്രശ്നം ആരിലുണ്ട്? ആദ്യം. പക്ഷെ മനുഷ്യരായാലോ ഹ്യൂമൻ ബീങ് has oogamous organs. Most animals are oogamous. But lower type of plant and lot of animals are different type of sexual reproduction. Okay? ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആളുകളെ കൊണ്ട് ഉപയോഗം എന്തൊക്കെയാണ്. നിങ്ങൾ പലവണ്ണം കിട്ടിയത് വെച്ചോ ഇത് വായിച്ചു വെച്ചോ പറ്റില്ല. ഇവിടെ ഇത് എഴുതണേ ഗ്യാമേറ്റ് സൈഗോട്ട് എഴുതിക്കണം. 2n എന്നൊക്കെ എഴുതിക്കണം. 2n സൈഗോട്ട് ഇത് മെയിലാണ് ആൻഡ് ദിസ് ഈസ് ഫീമെയിൽ. ഇവിടെ അങ്ങനെ തിരിച്ച് കാണാനേ പറ്റുന്നില്ല. No, let's think about the uses of algae. ആൽഗകൾ ഉപയോഗങ്ങളാണ് പറയാൻ. നിങ്ങൾക്കറിയാം വെള്ളത്തില് ഒരു ഫുഡ് ചെയിൻ ഉണ്ട് അല്ലേ? വെള്ളത്തിൽ ഫുഡ് ചെയിൻ ഉണ്ട്. പണ്ട് ചെറിയ മത്സ്യങ്ങൾ വലിയ മത്സ്യം, വലിയ മത്സ്യം, അതിനേക്കാൾ വലിയ മത്സ്യത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഏറ്റവും ചെറിയ മത്സ്യം എന്തായിരിക്കും തിന്നുന്നത്? ആ സസ്യങ്ങളായിരിക്കും തിന്നുന്നല്ലേ? അപ്പൊ കടൽ സസ്യങ്ങൾ വേണ്ടേ? വലിയ മാവും ഗ്രഹം ഒന്നും ഇല്ലല്ലോ. പിന്നെ ആരാ ഉള്ളത്? പ്രൊഡ്യൂസറായിട്ട് ഈ ആൽഗകളാണ് അല്ലേ? സോ ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് അക്വാട്ടിക് ഫുഡ് ചെയിൻ. അതാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലേ? സോ ആൽഗെ ആർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് അക്വാട്ടിക് ഫുഡ് ചെയിൻ. വെള്ളത്തിലുള്ള ഒരു ഫുഡ് ചെയിന്റെ പ്രൊഡ്യൂസർ ഇവയാണ്. അറിയാം, വെള്ളത്തിൽ ഫുഡ് ചെയിൻ ഉണ്ട്, കരയിൽ ഫുഡ് ചെയിൻ ഉണ്ട്. മറ്റൊന്ന് ദേ കണ്ടക്ടഡ് 50% of photosynthesis occur on Earth. ഭൂമിയിൽ നടക്കുന്ന ഫോട്ടോസിന്തസിന്റെ 50% ആരാ ചെയ്യുന്ന? ആളുകളാ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യും. വെള്ളത്തിൽ ഇച്ചിരി പാല് കിടക്കുന്ന ഇത്ര വലിയ ഫോട്ടോസിന്തസിസ് എന്ന് നോക്കണം. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ? കരയാണോ കടലാണോ? അതായത് 1/3 ഭാഗം കരയാണ് അല്ലേ? ബാക്കിയെല്ലാം കടലാണ്. അപ്പൊ അവിടെയുള്ള പായലിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ്. അവരിങ്ങനെ വിശാലമായി കിടക്കണം അല്ലേ? സോ ദേ ആർ ദ organism or plant group which conducted 50% of photosynthesis in the world. അല്ലേ? ഭൂമിയിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് ബാക്കി 50% കയറുള്ള സസ്യങ്ങളാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇനി they increase the dissolved oxygen level in water. They increase the dissolved oxygen. നിങ്ങൾക്കറിയാം വെള്ളത്തിൽ ഓക്സിജൻ ലയിച്ചിട്ടുണ്ടോ? വെള്ളത്തിൽ വായു ലയിച്ചിട്ടുണ്ടോ? മത്സ്യങ്ങൾ ശ്വസിക്കുന്ന വായു എവിടുന്നാണ്? മത്സ്യങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നത് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനാണ്. നിങ്ങൾ വെള്ളത്തിൽ ഓക്സിജൻ ലയിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് ഭംഗിയായിട്ട് തിളപ്പിക്കുക. അത് മുളക് വെള്ളം ആരാണ്? വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന വായുവാണ്. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളത്തിൽ മത്സ്യത്തിൻ്റെ ചത്തുപോകും. 1ാം ക്ലാസ് പഠിക്കുന്നത് എന്തുകൊണ്ട്? തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മത്സ്യത്തിൻ്റെ തണുപ്പ് ചത്തുപോകുന്നത് എന്തുകൊണ്ട്? കാരണം മത്സ്യത്തിൽ ശ്വസിക്കാൻ എന്തില്ല? വായുവില്ല. അതിനകത്തുള്ള വായു എല്ലാം തിളയ്ക്കുമ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു. വെള്ളം തിളയ്ക്ക് വാടിയിട്ട് ബബിൾസ് വരത്തില്ലേ? അതാണ്. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചാലും മനസ്സിലാവും എന്താണ്? വെള്ളത്തിൽ ഡിസോൾഡ് ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യത്തില്ല. പകരം വെള്ളത്തിൽ ധാരാളമായിട്ട് ഫോട്ടോസ് നടക്കുവാണെങ്കിൽ അതിന് ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ വെള്ളത്തിൽ മോളിക്കുലർ ലെവൽ അല്പാൽപ്പാട്ട് അലിയും. നിങ്ങൾ തന്നെ അക്വാറിയത്തിനകത്ത് മത്സ്യത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ബബ്ലർ വയ്ക്കും അല്ലേ? അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ചെടി ഇട്ടാൽ മതി പഠിച്ചിട്ടില്ലേ? വെള്ളത്തിലുള്ള ചെടികൾ ഇട്ടുകൊടുത്താൽ മതി പഠിച്ചിട്ടില്ല അല്ലേ? ഹൈഡ്രില്ല പോലുള്ള ചെടികൾ ഇടുവാണെങ്കിൽ അത് ഫോട്ടോസ് നടത്തുന്ന വെള്ളത്തിൽ എന്ത് കൂടിക്കൊണ്ടിരിക്കും?
ഓക്സിജൻ ലെവൽ കൂടിക്കുന്നു. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ വാട്ടർ. അടുത്തത് മെനി ആർ ഫുഡ്സ്. നമ്മുടെ ഫുഡ്സ് ആണ്. നമുക്ക് ഫുഡായിട്ട് പറയുന്നത് പോർഫൈറ, ലാമിനേറിയ, സർഗാസം, etc. food of human being. പോർഫൈറ, ലാമിനേറിയ, സർഗാസം, etc. food of human being. ഇതൊക്കെ നമ്മളൊന്നും തിന്നുന്നില്ലല്ലോ. നിങ്ങൾ തിന്നുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് പുറത്തോട്ട് പോകാത്തോണ്ടാണ്. ചില സീഷൽ ദ്വീപുകളൊക്കെ ചെല്ലും. സീഷൽ ദ്വീപ് ചില ദ്വീപുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടലിൽ ചെന്ന് എന്തുകൊണ്ട് കഴിക്കാൻ ചോദിച്ചാൽ അവർ പറയും സർഗാസം വറുത്തത്, പോർഫൈറ പൊരിച്ച്, അതുപോലെ ലാമിനേറിയ ഒലത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് തരും. അവർക്ക് അത് തിന്നാൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ മരച്ചിനിയുള്ളതുപോലെ കടൽത്തീരത്ത് വസിക്കുന്ന ആൾക്കാർക്ക് ചുറ്റും കടലാണ്, ചെറിയ ദ്വീപാണ്, അവർക്ക് തിന്നാൻ വേറൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ കടലിലെ സസ്യങ്ങളായിരിക്കും തിന്നില്ല. അവർ വേറെ കുഴപ്പമില്ല, അവർ കറി വെച്ചാൽ കഴിക്കും. മനസ്സിലായില്ലേ? സോ ദീസ് ആർ ദ ഫുഡ്സ്, ഫുഡ് ഐറ്റം ദാറ്റ് വി ക്യാൻ കൺസ്യൂം ബിലോങ് ടു ആൽഗ ആസ് അവർ ഫുഡ്. നമ്മുടെ ഭക്ഷണമായിട്ട് കഴിക്കാൻ കഴിയുന്ന സാധനമാണ്. ഇനി കൊളോയിഡ്സ്. പൈക്കോ എന്ന് വെച്ചാൽ ആൽഗയാണ്. എന്താണ് കൊളോയിഡ് എന്ന് വെച്ചാൽ? കൊളോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമല്ല, പിന്നെ കട്ടിയല്ല, കരവെള്ളമോ കരദ്രാവാര വസ്തു അല്ലാതാണ് കൊളോയിഡ്. നിങ്ങൾ ഈ കഞ്ഞിവെള്ളം കുറുകിയത് കണ്ടിട്ടുണ്ട്. ജെല്ലി, ജെൽ കഞ്ഞിവെള്ളം കുറുകിയ കട്ടിയായിട്ട്, പക്ഷെ വെള്ളം പോലെ ഒലിച്ചുമില്ല. എടുത്താൽ കയ്യിൽ ഇരിക്കുകയും പക്ഷെ ഒലിച്ചുമില്ല അല്ലെ. ഈ ജാം ഒക്കെ ഉണ്ടല്ലോ, ജാം, ജെല്ലി, ഇതൊക്കെയാണ് കൊളോയിഡ് വസ്തു എന്ന് പറയുന്നത്. കുറുകിയിരിക്കുന്നത്. നിങ്ങൾ ഈ ആൽഗ വളരുന്ന പായൽ വളരുന്ന പായൽ നിങ്ങൾ ചവിട്ടി തെന്നി വീഴാൻ കാരണം ഈ പായലിന്റെ താലസിന്റെ പുറത്ത് ഒരു വഴുവെഴുത്ത വസ്തുവുണ്ട്. നമ്മൾ ആദ്യം പറയുകയല്ല, നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെയാണ് നോ സ്റ്റോപ്പ് പഠിച്ചപ്പോൾ അതിന്റെ പുറമെ ആയിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു, മ്യൂസിലേജിന് ഷീപ്പ് എന്ന് പറഞ്ഞു. എന്താണ് മ്യൂസിലേജ്, എന്താണ് ജെലാറ്റിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, ഇത്തരം ആൽഗകളൊക്കെ വെള്ളത്തിൽ കിടക്കുന്നവയാണ്. ഈ വെള്ളത്തിൽ കിടക്കുന്ന ആൽഗയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ അറിയുമോ? ഈ കടലിൽ വേരിയന്റോ വേരിയർക്കോ വരുമ്പോൾ ഇതിനെ തള്ളി വീണ്ടും കാര്യം കൊണ്ട് കളയാൻ സാധ്യത ഒന്ന്. അപ്പൊ അവിടെ കിടന്ന് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. അടുത്ത വേരിയേറ്റ് അടുത്ത ദിവസം വരും. ആ സമയം കൊണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ ശരീരത്തിൽ വഴുവെഴുത്തൊരു വസ്തുവുണ്ട്. ഈ വഴുവെഴുത്ത വസ്തു ചവിട്ടിയാണ് നമ്മൾ തെന്നി വീഴുന്നത്. മനസ്സിലായി? ഈ വഴുവെഴുത്ത വസ്തു വെള്ളത്തിൽ കിടക്കുന്ന എല്ലാ സസ്യങ്ങൾക്കും ജന്തുക്കളും വഴുവെഴുപ്പ് വേണം. എന്താണെന്നറിയാമോ? വെള്ളത്തിൽ കിടന്നത് അഴുകി പോകാൻ സാധ്യതയുണ്ട്, ഡെഡ് സെൽസ് ആയി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങള് പിന്നെ കുളിച്ചതിന് ശേഷം അല്ലേ നഖം വെട്ടുക, അപ്പൊ നഖം കുതിരും അല്ലേ, കാരണം ഡെഡ് സെല്ലാണ് അല്ലേ. ഈ ആൽഗകൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ ജീവനോടെ കിടക്കുകയാണെങ്കിലും അവരുടെ സെൽവാള് ഡെഡാണ്. ആൽഗയ്ക്ക് സെൽവാളുണ്ട്, സെല്ലുലോസ് ഇപ്പൊ പറഞ്ഞ അവ ഡെഡാണ്. അപ്പൊ അത് നശിച്ചുപോയ സാധ്യതയുണ്ട്. അപ്പൊ അത് അഴുകാതിരിക്കാൻ വേണ്ടി പുറമേ ആയിട്ട് കൊളോയിഡ് വസ്തു കൊണ്ട് പൊതിഞ്ഞിരിക്കും, ഒരു വഴുവഴുത്ത വസ്തു കൊണ്ട് പൊതിഞ്ഞിരിക്കും. അതിനെ വിളിക്കുകയാണ് ഫൈക്കോ കൊളോയിഡ്. നമ്മളത് വേർതിരിച്ചെടുക്കും. എവിടുന്നാണെന്ന് അറിയാമോ? ഗ്രാസിലേറിയ ജലീഡിയം. ഗ്രാസിലേറിയ ജലീഡിയം എന്നീ രണ്ട് റെഡ് ആൽഗയാണ്, ചുവപ്പുള്ള ആൽഗ. അതിന്റെ ഫൈക്കോ കൊളോയിഡ് വേർതിരിച്ചെടുത്താൽ അതിൽ നിന്നാണ് ആൽജിനും അരാഗിനും കിട്ടുന്നത്. കൂടുതൽ ആൽജിനാണ്. ഇതെവിടെ ചേർക്കുന്ന അറിയാമോ? ഐസ്ക്രീമുകളിലും ജെല്ലികളിലും ചേർക്കും. ഐസ്ക്രീം പൗഡർ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങി ചേർക്കുന്നത്. നിങ്ങൾക്ക് ഐസ്ക്രീമിനകത്ത് ജെല്ലിയിൽ ചേർക്കുക എന്നുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അൾജിൻ or carrageenans are phycocolloids obtained from Gracilleria and Gelidium red algae. What are phycocolloids? They are colloidal substances found in the alga. It will be extracted and it is added in making ice creams and jellies. Ice cream ഉള്ളിൽ ജെല്ലിയും ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു. നിങ്ങൾക്ക് അത് മൊത്തം ടേസ്റ്റ് ആണ്. അത്ര ടേസ്റ്റ് ആയതുകൊണ്ടല്ല. എന്താ പറയുമോ? ഈ ആൽഗകൾ കടലിലാണ് വളരുന്നത് അല്ലേ. ഈ കടൽ എന്ന് പറയുന്നത് എപ്പോഴും വെള്ളമായിട്ടിരിക്കണമെന്നില്ല. നിങ്ങൾ അന്റാർട്ടിക്ക ചെന്ന് കടൽ ഐസാണ്. അന്റാർട്ടിക്കയിൽ ഒരു ഫുഡ് ചെയിൻ ഉണ്ടോ? ഉണ്ടോ? അന്റാർട്ടിക്കയില് സീലുകളുണ്ട്, അന്റാർട്ടിക്കയില് പിന്നെ പെൻഗ്വിനുകളുണ്ട് അല്ലേ. ഇവയ്ക്കൊക്കെ ഫുഡ് കിട്ടുന്നുണ്ടോ? ഇവിടെ സസ്യം എവിടെ വേണമല്ലോ, പ്രൊഡ്യൂസർ എവിടെ വേണമല്ലോ. അന്റാർട്ടിക്കൻ സമുദ്രങ്ങളിൽ ഈ ആൽഗകൾ വളരുന്നുണ്ട്. അവയുടെ ശരീരം വളരുന്നത് എവിടെയാണ്? -0 താഴെയാണ്. 0 താഴെ -ലേക്കാണ് അല്ലേ. അപ്പൊ അങ്ങനെ അവസ്ഥയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇവയുടെ ശരീരത്തില് ഐസ് കൊണ്ട് തണുത്ത് കട്ടിയായി വടിവരായി പോകും. അപ്പോഴും അവയ്ക്ക് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഇവയുടെ പുറമെയുള്ള ഹൈഡ്രോ കൊളോയിഡ് അഥവാ ഫൈക്കോ കൊളോയിഡ് എന്ന് പറഞ്ഞ വസ്തു എത്ര ഡിഗ്രി പോയാലും അത് സൊല്യൂഷനായിട്ട് തന്നെ ഇരിക്കും. ഉണങ്ങി ഡ്രൈ ആവില്ല. വെള്ളം ഐസിനകത്ത് വെച്ച പോലെ ഇത് ഡ്രൈ ആവില്ല. അപ്പം 0 ഡിഗ്രിക്ക് താഴെയും ഇവ എന്തായിട്ട് തന്നെ ഇരിക്കും? കൊളോയിഡൽ ഫോമിൽ തന്നെ ഇരിക്കും. ഒരിക്കലും ഐസ് ആവുകയില്ല. അതുകൊണ്ടാണ് ഇതിനെ ചേർക്കുന്നത്, ഐസ്ക്രീമിൽ ചേർക്കുന്നത്. ഐസ്ക്രീമായിട്ടല്ല കഴിക്കുന്നത്.
നിങ്ങളിപ്പോ കടയിൽ ഐസ്ക്രീം വാങ്ങിയാൽ അവർ എടുത്ത് എഴുതുന്നതാണ് ഫ്രീസറിൽ അല്ലേ. ആ ഫ്രീസറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ എങ്ങനെ ആയി പോകും? കട്ടിയായി പോകും. പക്ഷെ ഫ്രീസറിൽ എടുത്തത് ക്രീമായി ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെടുത്ത് തോണ്ടി തിന്നുകയും ചെയ്തത്. അപ്പൊ ക്രീമായി തിന്നിക്കാൻ കാര്യം ഈ ഹൈഡ്രോക്ലോറിന്റെ ആ നേച്ചറാണ്. മനസ്സിലായി? അപ്പൊ 0 ഡിഗ്രി പോയാൽ ക്രീമായിട്ടിരിക്കുന്ന ഒരു വസ്തു തിന്നാൻ കൊള്ളാവുന്നതുമായ ഒരു വസ്തു ഇത് പ്ലാന്റ് തരുന്നതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇത് ഐസ്ക്രീമായിട്ട് ചേർക്കാൻ പ്രശ്നമില്ല, ക്രീമായി തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഐസ്ക്രീം എന്ന് പറയാൻ നിങ്ങൾ -18 -18 ഐസ്ക്രീം സൂക്ഷിച്ചേക്കുന്നത് ഒറിജിനൽ അതിനെക്കാളും താഴെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അവിടെ പോലും ഇതെന്ത് സംഭവിക്കും? ക്രീമായി തന്നെ ഇരിക്കാൻ കാരണം ഇതിനകത്തിരിക്കുന്ന ഈ വസ്തുവാണ്. അപ്പൊ ഇത് ഐസ്ക്രീം ചേർന്ന് ന്യായം മനസ്സിലായാലോ. പിന്നെ ദഹിച്ച ഒരു കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. ഫുഡാണ്, നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കുന്ന പ്ലാൻ ബോഡിയാണ്, പ്ലാൻ വസ്തുവാണ്. അപ്പൊ ദിസ് ഇസ് യൂസ്. ഈ കരാഗി എന്ന് പറയുന്നതാണെങ്കിൽ കോസ്മെറ്റിക്സിലൊക്കെ ചേർക്കാറുണ്ട്. കോസ്മെറ്റിക്സ് ഇത് നിങ്ങൾ പയറാൻ ലൗലിയൊക്കെ മുഖത്തൊക്കെ തേക്കാറുണ്ടോ? പയറാൻ ലൗലി ക്രീമായിട്ടല്ലേ ഇരിക്കുന്നത്. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും ക്രീമായിട്ട്. നിങ്ങൾ പയറാൻ എടുത്ത് ഫ്രീസർ കൊണ്ട് അടുത്ത ദിവസം ഇടും, അപ്പോഴും അറിയുന്നത്. കാരണം അതിനൊക്കെ ചേർത്ത് എന്താണ് കരാഗി എന്നൊക്കെ ചേർത്ത്. മനസ്സിലായില്ലേ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ. സോ സം ആൽഗ ലൈക്ക് ഗ്രാസേരിയ ആൻഡ് ജെലീഡിയ ദേ ബിലോങ് ടു റെഡ് ആൽഗ എന്ന പോയിന്റ് ആണ്. ഇറ്റ്സ് കൊളോയിഡ് കാർഡ് ഹൈഡ്രോകൊളോയിഡ് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയും. ഇറ്റ്സ് ആക്ച്വലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീമിലും ജെല്ലിയിലും ചേർക്കും. കരാഗിൻ ഈസ് ആഡഡ് ഇൻ കോസ്മെറ്റിക്സ്. സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ചേർക്കാറുണ്ട്. ഓർത്തോണം. മറ്റൊരു പോയിന്റ് പറയണം. ക്ലാമിഡോമോണസ് ഒരു യൂണിസെല്ല ഗ്രീൻ ആൽഗ. യൂണിസെല്ല ആണല്ലേ. ഇതിനെ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഈ ക്ലാമിഡോമോണസ് എന്ന ഏകകോശ ആൽഗകൾ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഓക്കെ. അതുകൊണ്ട് പറയുമോ ഇതിനെ വളർത്താൻ മണ്ണ് വേണോ വെള്ളം മതിയോ? അപ്പൊ മരച്ചിനുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് മണ്ണ് വേണം അല്ലേ. പക്ഷെ ഈ ക്ലാമിഡോമോണസിനെ വളർത്താൻ വെള്ളം മതി. കാരണം അക്വാട്ടിക്ക ഒരു സെല്ലേ ഉള്ളൂ, വെള്ളത്തൊഴി കടന്നോളൂ. അപ്പൊ അതിനെ വളർത്തി കഴിഞ്ഞാൽ ഇതിന് എന്തായിട്ട് എടുക്കാം? നമുക്ക് ഫുഡായിട്ട് എടുക്കാം. ഇപ്പൊ നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്ത് ക്ലാമിഡോമോണസ് എടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് വെള്ളം തന്നാൽ നല്ല കട്ടിയുള്ള പച്ച നിറമായി മാറുമ്പോൾ നിങ്ങൾക്കത് സൂപ്പായിട്ട് കുടിക്കാം. അപ്പൊ നിങ്ങൾക്കുള്ള ശരീരത്തിലേക്ക് എന്താണ് എത്തുന്നത്? ക്ലാമിഡോമോണസ് എത്തുകയാണ്. റിച്ച് വിത്ത് പ്രോട്ടീൻ. ഇതൊക്കെയാണ് ഭക്ഷണമെന്ന് കഴിക്കുക. ഞാൻ നിങ്ങൾക്ക് കാര്യം ഇതിന്റെ ചീരയുടെ ഇല കറി വെച്ച് കഴിക്കാറുണ്ട്. ചീരയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിന്റെ അതിൽ ഒരു സെല്ലിന് തുല്യമാണ് ഒരു ക്ലാമിഡോമോണസ്. ചീരയുടെ ഇലയിലെ ഒരു സെല്ലിന് തുല്യമാണ് ഒരു ക്ലാമിഡോമോണസ്. ഒരു ചീരയുടെ ഇലയ്ക്കകത്ത് 5000 പ്ലാന്റ് സെല്ല് ഉണ്ടെങ്കിൽ നിങ്ങൾ 5000 ക്ലാമിഡോമോണസ് തിന്നുമ്പോൾ ഒരു ചീരയുടെ ഇതിന് തുല്യമായില്ലേ? ഇത് തന്നെയാണ് ക്ലാമിഡോമോണസ് ധാരാളമായിട്ട് വരുമ്പോൾ വെള്ളം എടുത്ത് സൂപ്പാക്കി കുടിക്കാം. സൂപ്പാക്കി കുടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ടർ ഫുഡ് മെറ്റീരിയൽസ് യു വിൽ ഗെറ്റ് ഫ്രം ചീര. സസ്യങ്ങൾ കഴിച്ചാൽ നമുക്ക് ജീവിക്കാമോ? ജീവിക്കാം. ഇത് പശുക്കള്, മുയല്, ആന എന്നിട്ട് എന്തോ തിന്നുന്നത്? വെറും സസ്യമല്ലേ. മുയല് തിന്നുന്നത് എന്താണ്? രാവിലെ പോയി ചിക്കൻ ഫ്രൈയാണ് തിന്നുന്നത്. വെറും പുല്ലല്ല തിന്നുന്നത്. ആ പുല്ല് തിന്നിട്ട് ആ പശുവിനും ഈ മുയലിനും ആനയ്ക്ക് വരെ ആവശ്യമുള്ള എല്ലാം കിട്ടുന്നെങ്കിൽ നമുക്കതൊന്നും ജീവിച്ചുകൂടെ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്ലാമിഡോമോണസ് വെള്ളത്തിനകത്ത് സ്പേസ് ട്രാവലേഴ്സ് കൊടുക്കും. സ്പേസിൽ പോകുന്നവരെ കൂടുതൽ കുറച്ച് മരിച്ചീനിയുടെ കൊണ്ടുവന്ന് പോകും. കൃഷി ചെയ്യാനൊന്നും അതിനകത്തില്ല. പക്ഷെ കുറച്ച് ചെറിയൊരു ടാങ്കിനകത്താക്കിയിട്ട് ഈ ക്ലാമിഡോമോണസിനെ വെള്ളം അടങ്ങിയ വെള്ളമായിട്ട് അവരങ്ങ് പോകും. രണ്ടാണ് നേട്ടം. പറയാമോ? പൊതുവെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ധാരാളമായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് കിട്ടും. പിന്നെ അവിടെ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്യും അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ത് വലിച്ചെടുക്കും? കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. ഏത് കാർബൺ ഡയോക്സൈഡ്? സ്പേസ് ട്രാവലേഴ്സ് പുറത്തോട്ട് കാർബൺ ഡയോക്സൈഡ്. എന്നിട്ട് ഒരു ഫോട്ടോസിന്തസിസ് എന്ത് പുറത്തോടും? ഓക്സിജൻ പുറത്തോടും. അത് ആർക്കെടുക്കാം? സ്പേസ് ട്രാവലേഴ്സ്. ചുരുക്കം പറഞ്ഞാൽ സസ്യങ്ങൾ വളർത്തുന്നില്ല, ഇതിനെ വളർത്തിയാൽ മതി അല്ലേ. ഇങ്ങനെ നേട്ടത്തിൽ എത്രയൊക്കെ ഉപയോഗങ്ങളാണെന്ന് നോക്കുക. Producers of aquatic food chain, 50% of waters are earth occurring by the algae. They increase the amount of dissolved oxygen in water. Some algae food such as porphyra, laminaria, jellies, where carrageen is used in cosmetics. And Chlamydomonas is a unicellular green alga which is having high amount of protein, can be consumed as food for human beings, so it is carried into space travelers. ഇതൊക്കെ പരിശോധിച്ചുള്ള എന്തുകൊണ്ടാണ് കൊടുത്തത് മനസ്സിലായല്ലോ. ഇത് നമ്മള് ഈ ആൽഗകളുടെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗ. ഇതിന്റെ ഇൻസൈറ്റ് ഞാൻ ക്ലാസിഫിക്കേഷൻ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് പുസ്തകത്തിലുള്ള മൊത്തം വന്നിട്ടില്ല, ഇച്ചിരി അങ്ങോട്ട് ബാക്കിയുണ്ട്. അത് അവ എവിടെ കാണുന്നു, വെള്ളത്തിൽ കാണുന്നുള്ളതാണ്. അത് വിട്ടേ നോക്കാം. ഈ ആൽഗ നമുക്ക് 3 ക്ലാസ് ആയിട്ട് തന്നിരിക്കാം. ഗ്രീൻ ആൽഗെ, മറ്റു പേര് ക്ലോറോഫൈസിയെ. ഗ്രീൻ ആൽഗെ ഈസ് ആൾസോ കോൾഡ് ആസ് ക്ലോറോഫൈസ്. മറ്റൊന്ന് ബ്രൗൺ ആൽഗെ എന്നാണ്. ബ്രൗൺ ആൽഗെ അതിന്റെ പേര് ഫിയോഫൈസെ. PHAEO PHYCEA ഫിയോഫൈസെ. ഞാൻ ഇത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോണം.
ഒരു റെഡ് ആൽഗ ഈസ് കാൾഡ് റോഡോഫൈസി. ഇപ്പൊ 3 ആൽഗകൾ എന്തൊക്കെയാണ്? ഗ്രീൻ കളറുള്ള ആൽഗകളുണ്ട് ക്ലോറോഫൈസി, ബ്രൗൺ കളറുള്ള ആൽഗകളുണ്ട് ഫിയോഫൈസി, റെഡ് കളറുള്ള ആൽഗകളുണ്ട് റോഡോഫൈസി. 3 ക്ലാസ് ആണ്. ഇനി അവയുടെ പ്രത്യേകത, അവയുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്താണ്? അപ്പൊ ഫോട്ടോസ് ആണ് എന്ത് പിഗ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്? നോക്കൂ, ഇവ ഉപയോഗിക്കുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ എയും ബിയുമാണ്. സോ മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ ആൻഡ് ബി. ക്ലോറോഫിൽ നിറം പച്ചയാണ്, അതുകൊണ്ട് ഒരു പച്ച മാത്രം ക്ലോറോഫിൽ എയും ബിയും മാത്രം. കരോട്ടിനോടും സാന്തോലിനും ചെറിയ അളവിലുണ്ട്. ഇവ മെയിൻ പിഗ്മെന്റ് ആണ്. കരോട്ടിനോട് സാന്തോലിൻ എന്ന് പറഞ്ഞാൽ ചെടികളുടെ വേറെ പിഗ്മെന്റുകളാണ്. ക്യാരറ്റിന്റെ നിറം കൊടുക്കുന്ന കരോട്ടിനോടാണ്. സാന്തോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറുള്ളതൊക്കെയാണ്. അത് ചെമ്പരത്തിക്ക് പച്ച കളറും പൂവിന് ചുവപ്പ് കളറല്ലേ, അത് വേറെ പിഗ്മെന്റ് ആണ് അല്ലെ. പിഗ്മെന്റ് വെച്ചാൽ കളർ കൊടുക്കുന്ന വസ്തുവിന് അർത്ഥം കൂടെ. ഒപ്പം ഫോട്ടോസ് മെറ്റീരിയൽ കൂടിയാണ്. അപ്പൊ ഇവയാണ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ്. സാധാരണ പച്ച. ഓക്കെ, ഇവയ്ക്കാണ് ക്ലോറോഫിൽ എയും സിയുമാണ്. പക്ഷേ ഫ്യൂക്കോസാന്തിൻ എന്നൊരു പിഗ്മെന്റ് ഉണ്ട്. ഈ ഫ്യൂക്കോസാന്തിൻ നിറം എന്താണെന്ന് പറയാമോ? ബ്രൗൺ കളർ. അതുകൊണ്ട് അവർക്ക് ബ്രൗൺ ആകുന്ന പേര് കിട്ടിയത്. ബ്രൗൺ കളർ എന്ന് മാത്രമല്ല, ക്ലോറോഫിനേക്കാൾ കൂടുതൽ ഇതാണ്. നിങ്ങൾ 2 പെയിന്റ് എടുക്കുക, ഒരു വെള്ള പെയിന്റ് ചുവന്ന പെയിന്റ്, എന്നിട്ട് 50 ഗ്രാം വെള്ള പെയിന്റ് 1.5 ലിറ്റർ ചുവന്ന പെയിന്റ് കൂടെ കലക്കിയാൽ പെയിന്റ് നിറം എന്തായിരിക്കും? ചുവപ്പ് തന്നെയായിരിക്കും. ആരണം കൂടുതൽ ആ നിറം കിട്ടും. ഇതുണ്ട് ഫ്യൂക്കോസാന്തിനാണ് ചെടി കൂടുതൽ, അതുകൊണ്ടാണ് ചെടിക്ക് ബ്രൗൺ കളർ കിട്ടുന്നത്. അപ്പൊ ക്ലോറോഫിൽ എയും സിയുമാണ് അല്ലേ. അപ്പൊ വാട്ട് ആർ ദ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഓഫ് ബ്രൗൺ ആൽഗ? Chlorophyll A and C and also fucosanthin. അടുത്തത് what is the brown pigment? Fucosanthin. ഇനി റെഡ് ആൽഗ എടുക്കൂ. what are the pigment? Chlorophyll A and D. Chlorophyll A and D യുമാണ്. Also their red colored pigment is R-phycoerythrin. Phycoerythrin എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അവരുടെ റെഡ് കളർ പിഗ്മെന്റ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തോണം. റെഡ് കളർ പിഗ്മെന്റ് ഗ്രീൻ കളർ പിഗ്മെന്റ് Chlorophyll A and B. So there is a green alga. Then ബ്രൗൺ ആൽഗയ്ക്ക് ബ്രൗൺ നിറം കൊടുക്കുന്നത് ഫ്യൂക്കോസാന്തിനാണ്. അവയ്ക്കൊപ്പം ക്ലോറോഫിൽ എയും സിയും കൊണ്ട് കുറച്ച് അളവിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിറം ബ്രൗൺ കളറാണ്. ഫിയോഫൈസി വിളിക്കും. ക്ലോറോഫിൽ എയും ഡിയും അടങ്ങിയ റെഡ് ആൽഗയുടെ പ്രധാന പിഗ്മെന്റ് R-phycoerythrin. അതുകൊണ്ട് അവർക്ക് റെഡ് കളർ ആയതുകൊണ്ട് റെഡ് ആൽഗ എന്ന് വിളിക്കുന്നു. സിമ്പിൾ അല്ലേ? അടുത്ത പോയിന്റ്, അവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. റിസർവ് ഫുഡ് മെറ്റീരിയൽ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, മരച്ചീനികളുള്ള, അതാണ് സംഭവിക്കുക പ്രധാന റിസർവ് ഫുഡ് മെറ്റീരിയൽ. റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ സമൃദ്ധ ആഹാരം എന്നുള്ളത്, സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം. ഓരോ ഇന്ത്യക്കും ഓരോ ഇടത്ത് ഫുഡ് സംഭരിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നിങ്ങൾ ഫംഗസിൽ പഠിച്ചാണല്ലോ. ഫംഗസിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്തായിരുന്നു? ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ആയിരുന്നു അല്ലെ. നമ്മുടെ ശരീരത്തിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? നിങ്ങൾ അധികമായി ഭക്ഷണം കഴിച്ച ശരീരം അതിൽ സംഭരിച്ചു വെക്കുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അതേ ഭക്ഷണം തന്നെ ഫംഗസിലായതുകൊണ്ടാണ് ഫംഗസ് കരുവച്ചിരുന്നത് ഇറച്ചിരുന്ന പോലെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നീരാഗ സംഭരിച്ചു വയ്ക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന രൂപത്തിലാണ്. മരച്ചീനി കഴിഞ്ഞതിനകത്ത് മരച്ചീനി എങ്ങനെ സ്റ്റോർ ചെയ്തിരുന്നത് അതുപോലെ. മരച്ചീനി സ്റ്റാർച്ച് ആണല്ലോ, അരി സ്റ്റാർച്ച് ആണല്ലോ, സെയിം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെന്നോ പിന്നെ കുറച്ച് അരിയത്ത് കിട്ടും, അങ്ങനൊന്നുമില്ല. അവിടെ സെല്ലിനകത്ത് ചെറിയ ചെറിയ കണികൾ അല്പാൽപ്പം അവയ്ക്ക് തിന്നാൻ, നമുക്ക് തിന്നാനല്ല, അവയ്ക്ക് പിന്നീട് തിന്നാൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് പകലെ ഫോട്ടോസ് നടത്തും, രാത്രി ഭക്ഷണം കിട്ടത്തില്ല. അപ്പൊ ഇതെടുത്തു പോയി അതിനുള്ള ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. റിസർവ് ഫുഡ് മെറ്റീരിയൽ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ റിസർവ് ഫുഡ് മെറ്റീരിയൽ ചോറുതിയായി കൊണ്ടുപോകുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ശരീരത്തിലുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റും അതുപോലെ തന്നെ ഗ്ലൈക്കോജനുമായിട്ടാണ്. ഇനി ഇവയുടെ ബ്രൗൺ ആൽഗ റിസർവ് ഫുഡ് മെറ്റീരിയൽ മാനിറ്റോൾ ആൻഡ് ലാമിനാർ എന്ന് പറഞ്ഞ മറ്റൊരു വസ്തുവാണ്. സത്യത്തിൽ ഇതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, ഇതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അടങ്ങിയ വസ്തുക്കൾ തന്നെയാണെങ്കിലും അവയുടെ കണ്ടന്റ് വേറെ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് പേര് മാറുന്നത്, മാനിറ്റോൾ ആൻഡ് ലാമിനാർ. റെഡ് ആൽഗയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന വസ്തുവാണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് തന്നെയാണ് കേട്ടോ. ചില വ്യത്യാസം കാണും. നിങ്ങൾക്കിപ്പം സ്റ്റാർച്ച് നിങ്ങൾ ഒരിടത്ത് പിന്നെ അവിച്ച് തരികയാണ്, പുഴുങ്ങി തരികയാണ്. മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചി, 4 സ്റ്റാർച്ച് തന്നെയാണ് അല്ലേ. അരിയും ഗോതമ്പ് സ്റ്റാർച്ച്, പക്ഷെ അതിനകത്ത് വെവ്വേറെ ടേസ്റ്റ് അല്ലേ. കാരണം ആ കടയിൽ ചില കടകളുടെ സാന്നിധ്യമാണ്. അതുപോലെ എന്തെങ്കിലും കടകളിൽ കാണും. So think reserve material of green algae is carbohydrate, brown algae is maltodon laminarum, red algae is Floridian starch. മനസ്സിലായല്ലോ, ഇതാണ് അവയുടെ പ്രത്യേകത. So reserve material of green algae carbohydrate, brown algae maltodon laminarum, red algae Floridian starch. സിമ്പിളല്ലേ? ഇനി സെല്ലുലാർ മെറ്റീരിയൽ എടുക്കും. ഇവിടെ ഈ ആൽഗയുടെ ഒരു സെല്ല് എടുക്കുവാണെങ്കിൽ അവയ്ക്ക് 2 കവറാണ്, പുറമേ ഒരു കവറും ഉള്ളിൽ ഒരു കവറാണ്. അതാണ് ഇന്നറും ഔട്ടറും. അതാണ് ഈ പറയുന്നത് ഇന്നറും ഔട്ടറും. സെല്ലുലാർ മെറ്റീരിയൽ ഇന്നർ സെല്ലുലോസ്, 3 സെല്ലുലോസ്.
ഒരു കാര്യം നോക്കി, ഇത് നോക്കി, AB, AC, AD പഠിക്കാൻ എളുപ്പമല്ലേ? അത് നോക്കാം, AB, AC, AD. ഇതൊരു കാര്യം പഠിക്കാം. ഫോട്ടോസിന്തസിസ് പറയുന്നതിന് പ്രത്യേക കാര്യമാണ്. ഫോട്ടോസിന് ഏറ്റവും അത്യാവശ്യമുള്ള പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫിൽ A ആണ്. ഏതൊക്കെ വന്നാലും ക്ലോറോഫിൽ എല്ലാത്തിലും ഉണ്ടല്ലേ? കാർ ടയറെന്ന പോലെ ക്ലോറോഫിൽ ഇല്ലെങ്കിൽ ഫോട്ടോസ് നടക്കത്തില്ല. അതാണ് ക്ലോറോഫിലെ മെയിൻ പിഗ്മെന്റ് എന്നാണ് വിളിക്കുന്നത്, പ്രൈമറി പിഗ്മെന്റ്. പിന്നെ പഠിച്ചോ. അതുപോലെ പറയാണ് ഇന്നർ എല്ലാത്തിനും സെല്ലോസ് ആണ്. സെല്ലോസ്. സെല്ലുലാർ മെറ്റീരിയൽ ആൽഗയുടെ സെല്ലുലാർ മെറ്റീരിയൽ ഇന്നർ എല്ലാം സെല്ലോസ്, ഔട്ടർ സെല്ലുലാർ മെറ്റീരിയൽ ഓഫ് ഗ്രീൻ ആൽഗ ഔട്ടർ പെക്ടോസ് അഥവാ പെക്റ്റിൻ. റെഡ് ബ്രൗൺ ആൽഗ ഇന്നർ സെല്ലോസ് ഔട്ടർ ആൽജിൻ അഥവാ ആൽജിൻ എന്ന വസ്തുവാണ്. ആൽജിൻ പേരാണ്, ടൈപ്പ് ഓഫ് സെല്ലുലാർ മെറ്റീരിയൽ. റെഡ് ആൽഗയുടെ ഇന്നർ സെല്ലോസ് ഔട്ടർ പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റർ. ഇതൊക്കെ എൻട്രൻസിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റർ പരീക്ഷയ്ക്കാണ് ചോദിക്കുന്നത്. ഈ ചാർട്ട് പോലെ വന്നിട്ട് മായിച്ചിട്ട് ബില്ല് ചെയ്യാൻ പറയും, അല്ലാതെ തെറ്റായിട്ട് ശരിക്കും എഴുതാൻ പറയും. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഈ ചാർട്ടുകൾ 5 തവണ വരച്ച് പഠിച്ചിരിക്കണം. നോട്ട് ബുക്കിൽ ഒരെണ്ണം ഉണ്ടായിരിക്കണം, 5 വേറെ വരച്ച് പഠിക്കുക വേണം. പരീക്ഷയ്ക്ക് ബൈ ഹാർട്ട് ആക്കി വേണം. സ്ഥിരം ഈ ഭാഗത്താണ് സ്ഥിരം ചോദിക്കുന്നത്, അതുകൊണ്ട് എടുത്തിട്ട് ഞാൻ പറയാം. സോ ഇന്നർ സെൽ വാൾ സെല്ലോസ് ഔട്ടർ പെക്റ്റിൻ പെക്ടോസ് ആൽജിൻ പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റർ. എസെക്ഷൽ റീപ്രഷൻ നോക്കൂ. സ്പോർസ് മോട്ടൈൽ സ്പോർ ആണ്. ഇതിന്റെ അഗ്രത്താണ് ഇവിടെ 2 ഫ്ലാജെല്ല. മോട്ടൈൽ സ്പോറുകളാണ്. ഗ്രീൻ ആൽഗയുടെ സ്പോറുകളെല്ലാം തന്നെ മോട്ടൈലാണ്. അവയുടെ അഗ്രത്തായി കണ്ടോ, ഇതാണ് ടിപ്പ്. അവിടെ 2 എണ്ണം കാണും. 2 മുതൽ 8 എണ്ണം വരെ കണക്കാക്കാം. സ്പോർട്സ് കണ്ടേ 2 to 8 ഫ്ലാജെല്ല. ഇവിടെ 2 വരച്ചിട്ടുള്ളൂ. 2 മുതൽ 8 ഫ്ലാജെല്ല വരെ വരാം. ഗാമേറ്റ് കണ്ടോ, ദിസ് ഗാമേറ്റ് അസെക്ഷൽ റീപ്രഷൻ സ്പോർ സെക്ഷൽ റീപ്രഷൻ ഗാമേറ്റ്. ഗാമേറ്റ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ? ബൈഫ്ലജലേറ്റഡ് ഗാമേറ്റ് ആണ്. ഫ്ലജല്ല റീപ്ലേസ് ദ ടിപ്പ് ഓഫ് ദ സെൽ. സെല്ലിന്റെ അഗ്രത്താണ്. ഇതുണ്ട് വശത്താണ്, ഇത് അഗ്രത്താണ്. ഇവിടെ നോക്കൂ, ബ്രൗൺ ആൽഗയുടെ എസെക്ഷൽ സ്പോർ കിഡ്നി ഷേപ്ഡാണ്. പയർ പോലിരിക്കും. പൈറിഫോം പിയർ എന്നാണ് പറയുന്നത്. പിയർ എന്ന് വെച്ചാൽ ചെടിയുടെ സീഡ് പോലിരിക്കുന്നത് പൈറിഫോം പോലിരിക്കും. പയർ പോലിരിക്കുന്ന പറഞ്ഞ കാര്യം കിഡ്നി ഷേപ്പ്. അതിന്റെ വശത്തായിട്ടാണ് ഫ്ലജലാണ്. ആൻഡ് അണീക്വൽ ലാറ്ററൽ ഫ്ലജല്ല. അണീക്വൽ ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. അണീക്വൽ ലാറ്ററൽ ഫ്ലജല്ല. ഗാമേറ്റ് എടുക്കും, സെയിം. ഗാമേറ്റ് എങ്ങനെയാണ്? അണീക്വൽ ലാറ്ററൽ ഫ്ലജല്ലയാണ്. 2 എണ്ണം ഉണ്ട്. സോ ബോത്ത് സ്പോർ ആൻഡ് ഗാമേറ്റ്സ് ആർ പിയർ ഷേപ്ഡ്. സ്പോർ കണ്ടെയ്ൻ 2 അണീക്വൽ ഫ്ലജല്ല, ഗാമേറ്റ് കണ്ടെയ്ൻ 2 ഫ്ലജല്ല. അണീക്വൽ ഒന്നും പറയുന്നില്ല. ഓക്കെ, അത് ഓക്കെ. ഇനി റോഡോഫൈസ് എടുക്കൂ. സ്പോർട്സ് ആർ ഗാമേറ്റ് ആർ നോൺ മോട്ടൈൽ. സ്പോർട്സും ചലിക്കത്തില്ല, ഗാമേറ്റും ചലിക്കത്തില്ല. അതാ പറയുന്നത് നോൺ മോട്ടേഴ്സ് ഗാമേറ്റും വരാം, നോൺ മോട്ടേഴ്സ് സ്പോർ വരാം. ഇതൊക്കെ വരും. എന്താ ചോദിക്കും? Which of the following algal group has non-motile gametes? So following algal has kidney shaped gametes. നമുക്ക് ചോദിച്ചേക്കാം. ഞാനനുസരിച്ച് ഈ ചാർട്ട് ഇട്ട് എഴുതുന്നത് പഠിച്ചോ. എക്സാമ്പിൾസ് ആണ്. ക്ലാംഡോമോണസ്, കാര, യൂലോത്രിപ്സിസ്, സ്പൈറോഗെറ, ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. ഇതിന് എക്സാമ്പിൾ ലാമിനേറിയ സർഗാസം, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ് എല്ലാം ഇട്ടുതരാം. ഗ്രാസിലേറിയ ജെലീഡിയം, പോളിസൈഫോണിയ ഇതൊക്കെ തന്നെ റെഡ് ആൽഗകളാണ്. എക്സാമ്പിൾ പറയുന്നു: ക്ലാംഡോമോണസ്, കാര, യൂലോത്രിപ്സിസ്, സ്പൈറോഗെറ. ലാമിനേറിയ സർഗാസം, ഡിക്റ്റിയോട്ട, ഫ്യൂക്കസ്, ഗ്രാസിലേറിയ ജെലീഡിയം, പോളിസൈഫോണിയ ഒക്കെ തന്നെ റെഡ് ആൽഗ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ പറയാൻ വിശദമായിട്ട് പഠിക്കും. വീണ്ടും ഓരോന്നും പഠിക്കും, അപ്പോഴേ വീണ്ടും പറഞ്ഞുതരാം. സോ ദീസ് ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കിയല്ല നിങ്ങൾ വരയ്ക്കേണ്ടത്. പുസ്തകത്തിൽ കിടക്കുന്ന ആ ചാർട്ട് അതുപോലെ വരച്ചു.